വിനീതിനെ കണ്ട് പൊട്ടിക്കരഞ്ഞ് ഗംഗ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, വിനീതിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും മോചിപ്പിക്കുന്ന കാവേരിയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ജയപാലൻ ഒരുപാട് തെളിവുകൾ ശേഖരിക്കുന്നുണ്ടെങ്കിലും ആ തെളിവുകളെല്ലാം കാവേരി പുഷ്പം പോലെ പൊളിച്ചു കളയുന്ന കാഴ്ചയാണ് കാണാനായിട്ട് കഴിയുക. ഒടുവിൽ കാവേരി പറയുന്നുണ്ട്, ജയപാല, നിങ്ങളുടെ കള്ളക്കളിയൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. മര്യാദയ്ക്ക് കേസ് പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മകനെ ഈ ആയുഷ്കാലം മുഴുവൻ ജയിലിൽ കിടത്തും എന്ന് പറയുന്നു. അപ്പോഴേക്കും നിവിനാണെങ്കിൽ വിശാലിൻ്റെ കൂടെയുണ്ടായ 2 കൂട്ടുപ്രതികളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴേക്കും ഇൻസ്പെക്ടറാണെങ്കിൽ ജയപാലനോട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് അവർ പറയുന്നത് കേൾക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുമായിട്ടൊരു സന്ധി ചെയ്യ് എന്ന് പറയുമ്പോൾ അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുക, കയ്യോ കാലോ എന്തു വേണമെങ്കിലും കൊടുക്കാമെന്ന് ജയപാലൻ പറയുകയാണ്. അപ്പോഴാണെങ്കിൽ കാവേരി പറയുന്നുണ്ട്, കയ്യും കാലും ഒന്നും തന്നെ ഇപ്പോൾ തനിക്ക് ആവശ്യമില്ല. താൻ ചോദിക്കും അതെല്ലാം, അപ്പോൾ കൃത്യസമയത്ത് അത് തന്നിരിക്കണമെന്ന് പറയുന്നത് കാണാം. ഇപ്പോൾ കേസ് പിൻവലിക്കണം, അതല്ലാതെ നിങ്ങളുടെ മുൻപിൽ വേറെ വഴിയൊന്നുമില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ജയപാലൻ വിനീതിനെതിരെ കൊടുത്ത കള്ളപ്പരാതി പിൻവലിക്കുന്ന കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ കാവേരിയാണെങ്കിൽ വിനീതിനെയും കൊണ്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ യമുനയാണെങ്കിൽ പോകുന്ന വിശാലിനെ വിളിച്ചിരുത്തിയിട്ട്, നീ എന്നെങ്കിലും ഇത്തിരിയെങ്കിലും എന്നെ സ്നേഹിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വിശാലാണെങ്കിൽ മിണ്ടാതെ നിൽക്കുന്ന കണ്ട യമുന വിശാലിൻ്റെ കരണത്തടിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നടാ എന്ന് പറയുന്ന കാഴ്ച കാണാനായിട്ട് കഴിയും, സാധിക്കും. അങ്ങനെ വീട്ടിലേക്കെത്തുന്ന വിനീതിനെ കണ്ട് സന്തോഷത്തോണ്ട് പൊട്ടിക്കരയുന്ന നമ്മുടെ ഗംഗയെ കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഗംഗ വിനീതിനെ സ്നേഹത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം കുഞ്ഞു പെങ്ങളാണെങ്കിൽ കാവേരിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും, അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ കണ്ണോട് നോക്കി പ്രണയിക്കുമെന്ന് പറയുമ്പോൾ നിനക്ക് ഈ അറിവൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് കാവേരി ചോദിക്കുമ്പോൾ ഇതെല്ലാം സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു. ഗംഗയാണെങ്കിൽ കണ്ണെടുക്കാതെ തന്നെ വിനീതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്.